ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീസരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദര മന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ശ്രീമന്നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നാരായണീയം 25-ാമത്തെ ദശകം പ്രഹ്ലാദ ചരിതം. 6 ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് പഠിക്കേണ്ടത് 7ഉം 8ഉം ശ്ലോകങ്ങൾ. 7ാമത്തെ ശ്ലോകം വായിക്കാം. ത്യക്ത്വാ തം ഹതമാശുരക്തലഹരീസിക്തോന്നമദ്വഷ്മണി പ്രത്യുൽപത്യ സമസ്തദൈത്യപടലീം ചാഖാദ്യമാനേ ത്വയി ഭ്രാമ്യൽഭൂമി വികമ്പിതാംബുധികുലം വ്യാലോലശൈലോൽക്കരം പ്രോത്സർപ്പൽഖചരം ചരാചരമഹോ ദുസ്താം അവസ്ഥാം ദധൗ. 6ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഹിരണ്യകശിപുവിനെ തൻ്റെ മടിയിൽ കിടത്തി കൊടൽമാലയൊക്കെ എടുത്തു, വക്ഷസൊക്കെ കുത്തിപ്പിളർന്നു, രക്തം വീണ്ടും രക്തം പല പ്രാവശ്യം കുടിച്ചുകൊണ്ട് ഉത്സാഹത്തോടുകൂടി രക്തം കുടിച്ചുകൊണ്ട് ഭയങ്കരമായ അട്ടഹാസങ്ങൾ കൊണ്ട് ലോകം മുഴുവനും ഞെട്ടിച്ചു എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. ഇനി ഈ 7ാമത്തെ ശ്ലോകത്തിൽ പിന്നീട് എന്തുണ്ടായി എന്നാണ്. അപ്പോൾ അത് ത്യക്ത്വാ തം ഹതം ആശു രക്തലഹരീ സിക്തോന്നത സിക്തഃ ഉന്നമത് വഷ്മണി. വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുക. രക്തലഹരീ സിക്തഃ ഉന്നമത് വർഷ്മണി. അതാണ് രക്തലഹരീ സിക്തോന്നമദ്വർഷ്മണി എന്ന് വന്നത്. പ്രതി ഉൽപ്പത്തിയാണ് പ്രത്യുൽപ്പത്തിയായി വന്നത്. സമസ്ത ദൈത്യപടലീം ചാഖാദ്യമാനേ ത്വയി. ചാഖാദ്യമാനേ ത്വയി ഭ്രാമ്യദ്ഭൂമി വികമ്പിതാംബുധികുലം വ്യാലോല ശൈലോൽക്കരം പ്രോത്സർപ്പത് ഖചരം ചരാചരം അഹോ ദുസ്താം അവസ്ഥാം ദധൗ. ഇനി വായിക്കാം. ത്യക്ത്വാ തം ഹതമാശുരക്തലഹരീ സിക്തോന്നമദ്വഷ്മണി പ്രത്യുൽപത്യ സമസ്തദൈത്യപടലീം ചാഖാദ്യമാനേ ത്വയി ഭ്രാമ്യദ്ഭൂമി വികമ്പിതാംബുധികുലം വ്യാലോലശൈലോൽക്കരം പ്രോത്സർപ്പൽഖചരം ചരാചരമഹോ ദുസ്താം അവസ്ഥാം ദധൗ. ഇനി ഓരോ വാക്കിൻ്റെ അർത്ഥം നോക്കാം. ത്യക്ത്വ എന്ന് പറഞ്ഞാൽ ത്യജിച്ചിട്ട്, ഉപേക്ഷിച്ചിട്ട്. തം അവനെ, ആരെയാ? ഹിരണ്യകശിപുവിനെ. ഹതം എന്ന് പറഞ്ഞാൽ കൊല്ലുക. ആശു പെട്ടെന്ന്. രക്തലഹരീ സിക്തഃ എന്ന് പറഞ്ഞാൽ രക്തത്തിൽ കുളിച്ച്, അതായത് സിക്തം ചെയ്യാവുന്ന അനയുക, കുളിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ആ ലഹരി എന്ന് പറഞ്ഞാൽ രക്തപ്രവാഹത്തിൽ കുളിച്ച് ഉന്നമത് എന്ന് പറഞ്ഞാൽ വലിയ ശരീരമാണ് ഭഗവാന്റെ. ഉന്നതമായ ശരീരം. വർഷ്മണി ശരീരം. പ്രത്യുൽപത്യ അത്ര വലിയ ശരീരത്തോടു കൂടി ആ ഹിരണ്യകശിപുവിനെ വലിച്ചെറിഞ്ഞിട്ട് രക്തത്തിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ശരീരത്തോടുകൂടി പ്രത്യുൽപത്യ ചാടി ഉയർന്ന് സമസ്ത ദൈത്യപടലി എല്ലാ അസുര
സമൂഹത്തെയും, പടലി എന്ന് പറഞ്ഞാൽ സമൂഹം, അപ്പോൾ എല്ലാ അസുര സമൂഹത്തെയും സമസ്ത ദൈത്യ പടലി സമൂഹം, അപ്പോൾ ആ അസുര സമൂഹങ്ങളെല്ലാം ഖാദിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക, ഖാദ്യ എന്ന് പറഞ്ഞാൽ ഭക്ഷിച്ച്, അപ്പം ഭക്ഷിച്ചുകൊണ്ട് ഖാദ്യമാനെ ഭക്ഷിച്ചുകൊണ്ട് തൊയി അങ്ങ് ഭ്രാമ്യഭൂമി, അപ്പം ദൈത്യനെ വലിച്ചെറിഞ്ഞിട്ട് രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ശരീരത്തോടുകൂടി ചാടി ഉയർന്ന് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ശരീരത്തോടുകൂടി നിന്നിട്ട് ഓരോ അസുരന്മാരെയും പിടിച്ച് ഖാദ്യമാനെ ഭക്ഷിച്ചു തുടങ്ങി. അപ്പോൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ടായി? ഭ്രാമ്യഭൂമി, ഭ്രമണം ചെയ്യുക എന്ന് പറഞ്ഞാൽ കറങ്ങുക. ഭൂമി കറങ്ങി. വികമ്പിത അംബുധി കുലം, സമുദ്രങ്ങളെല്ലാം വികമ്പിതമായി, വിശേഷേണ കമ്പിതമായി, ഇളകി മറിഞ്ഞു. കമ്പിതം എന്ന് പറഞ്ഞാൽ ഇളകുക, വികമ്പിതം വിശേഷേണ കമ്പിതം, ഇളകി മറിഞ്ഞു. വ്യാലോല ശൈലോൽക്കരം, വ്യാലോലം എന്ന് പറഞ്ഞാൽ കുലുങ്ങുക എന്നർത്ഥം. വ്യാലോല ശൈലോൽക്കരം, ശൈലം പർവ്വതങ്ങളൊക്കെ കുലുങ്ങി വീഴാൻ തുടങ്ങി. പ്രോത്സർപ്പത് ആ ഭഗവാന്റെ ആ സടാകേസരങ്ങൾ, നരസിംഹത്തിൻ്റെ സടാകേസരങ്ങൾ ചെന്ന് ഉത്സർപ്പത് ഖചരം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആകാശം, ചരിക്കുക എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ ചരിക്കുന്നവ എന്ന് പറഞ്ഞാലോ നക്ഷത്രം, ഗ്രഹങ്ങളൊക്കെ, അതാണ് പ്രോത്സർപ്പത് ഖചരം. ആകാശത്തിൽ ചരിക്കുന്ന നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങളൊക്കെ ചരാചരം, ചരിക്കുന്നവയും ചരിക്കാത്തവയുമായ, അഹോ അത് ആശ്ചര്യമാണ്. ദുസ്താം അവസ്ഥാം ദധോ, ദുസ്താം എന്ന് പറഞ്ഞാൽ ദുഷിച്ച, അല്ലെങ്കിൽ നില തെറ്റിയ, ദുസ്താം ദുഷിച്ച അവസ്ഥയെ, ആ നില തെറ്റിയ അവസ്ഥയെ ദധൗ ധരിച്ചു അല്ലെങ്കിൽ പ്രാപിച്ചു. അപ്പം ഭഗവാൻ ആ ഹിരണ്യകശിപുവിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പെട്ടെന്ന് രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ശരീരത്തോടുകൂടി ചാടി എഴുന്നേറ്റ് എല്ലാ അസുര സമൂഹത്തെയും ഓരോന്നായി തിന്നാൻ തുടങ്ങി. അപ്പോൾ ഭൂമിയൊക്കെ കുലുങ്ങി മറിഞ്ഞു, സമുദ്രങ്ങൾ ഇളകി മറിഞ്ഞു, പർവ്വതങ്ങളൊക്കെ കുലുങ്ങാൻ തുടങ്ങി. ഭഗവാൻ ഉയർന്നു നിൽക്കുന്ന അത്രയും ആകാശത്തിൽ ആ സടകളെല്ലാം ചെന്ന് മുട്ടിയിട്ട് ആകാശത്തിൽ ചരിക്കുന്ന നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എല്ലാം സ്വന്തം അവസ്ഥയിൽ നിന്ന് ദുഷിച്ച അവസ്ഥയിലേക്ക്, നില തെറ്റി എന്ന അർത്ഥം, നില തെറ്റിയ അവസ്ഥയെ പ്രാപിച്ചു. ത്യക്വാതം ഹതമാശു രക്തലഹരീ സിക്തോന്നമദ്വഷ്മണി പ്രത്യുൽപത്യ സമസ്തദൈത്യപടലീം ചാഖാദ്യമാനേ ത്വയി ഭ്രാമ്യദ്ഭൂമി വികമ്പിതാംബുധികുലം വ്യാലോലശൈലോൽക്കരം പ്രോത്സർപ്പഖചരം ചരാചരമഹോ ദുസ്താമവസ്ഥാം ദധൗ. ഈ ശ്ലോകം 8. താവന്മാംസവപാകരാളവപുഷം ഘോരാന്ത്രമാലാധരം ത്വാം മധ്യേ സഭമിദ്ധരോഷമുഷിതം ദുർവാരഗുർവാരവം അഭ്യേതും ന ശശാകകോപി ഭുവനെ ദൂരെ സ്ഥിതാ ഭീരവഃ സർവേ സർവവിരിഞ്ചവാസവമുഖാഃ പ്രത്യേകമസ്തോഷത. താവത് മാംസവപാ കരാളവപുഷം ഘോരാന്ത്രമാലാധരം ത്വാം മധ്യേ സഭം യുദ്ധരോഷം ഉഷിതം, സഭമിദ്ധ രോഷം ഉഷിതം ദുർവാര ഗുർവാരവം
അഭ്യേതും ന ശശാക കഹ അഭി കോപി. കഹ അഭിയാണ് കോപിയായി മാറിയത്. ഭുവനെ ദൂരെ സ്ഥിത ഭീരവഹ സർവേ ശർവ വിരിഞ്ച വാസവമുഖാഹ പ്രത്യേകം അസ്തോഷത. ഇനി ഓരോ വാക്കിൻ്റെ അർത്ഥം നോക്കാം. താവത് അപ്പോൾ, എപ്പോഴാണ് ആ ലോകമെല്ലാം നിലതെറ്റിയ അവസ്ഥയെ പ്രാപിച്ചപ്പോൾ, അല്ലെങ്കിൽ ഭഗവാൻ ആ നക്ഷത്രങ്ങളെല്ലാം ഗ്രഹങ്ങളുമെല്ലാം അവസ്ഥ തെറ്റിയ സമയത്ത്, താവത് അപ്പോൾ മാംസ വപ, മാംസവും വപ, വപ എന്ന് പറഞ്ഞാൽ വസാന്നും വപാന്നും ഒക്കെ പറഞ്ഞാൽ കൊഴുപ്പെന്നാണ് അർത്ഥം. കൊഴുപ്പ്, കരാളവഭുഷം, കരാളം അതിഭയങ്കരമായത്, വഭുഷം ശരീരം അല്ലെങ്കിൽ മൂർത്തി, വപുസ്. മാംസം കൊണ്ടും കൊഴുപ്പ് കൊണ്ടും ഭയങ്കരമായ ശരീരം കൂടാതെ എന്തുണ്ട്? ഘോരാന്ത്രമാലാധരം. ആ ഹിരണ്യകശിപുവിൻ്റെ കുടൽമാലയൊക്കെ എടുത്തിട്ട് മാലയായിട്ട് ധരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഭാഗവതത്തിൽ നല്ല വിശദീകരിച്ച് ഭംഗിയായിട്ട് വിവരിച്ചു. ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരു വാക്കിൽ പറഞ്ഞു തീർത്തു മേൽപ്പത്തൂർജി. ഘോരാന്ത്രമാലാധരം, ഘോരമായ ആന്ത്രമാല, ആന്ത്രമാല കുടൽമാല. ആ ഹിരണ്യകശിപുവിൻ്റെ കുടലൊക്കെ എടുത്തിട്ട് അത് മാലയാക്കി ധരിച്ച്, മാലാധരം ധരിച്ച്, ത്വാം മധ്യേ സഭം യുദ്ധരോഷമുഷിതം. ആ സഭയിൽ മധ്യത്തിൽ, സഭയുടെ മധ്യത്തിൽ രോഷം, രോഷം എന്ന് പറഞ്ഞാൽ കോപം, ഉഷിതം, ഉഷിതം എന്ന് പറഞ്ഞാൽ ഇരിക്കുക വസിക്കുക എന്നൊക്കെ അർത്ഥം. ഗുർവാരവം. ദുർവാര എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഗർജനം, ചെവി തുളയ്ക്കുന്ന തരത്തിലുള്ള അട്ടഹാസം, അതാണ് ദുർവാരം. ഗുർവാരവം ഭയങ്കരമായ അട്ടഹാസത്തോടുകൂടി, ചെവി തുളയ്ക്കുന്ന തരത്തിലുള്ള അട്ടഹാസത്തോടു കൂടി എന്നർത്ഥം. അപ്പം ഇത്ര നാളും ഹിരണ്യകശിപു കയറിയിരുന്ന ആ സിംഹാസനത്തിൽ ഭഗവാൻ കയറിയിരുന്നു. അതാണ് സഭമിത്തരോഷം ഉഷിതം. ആ ഇതിൽ കയറി ഭയങ്കരമായൊരു അട്ടഹാസത്തോടു കൂടി ആ സഭയിലെ സിംഹാസനത്തിൽ ഇരുന്നു. അഭ്യേതും നാ ശശാക. അപ്പം അവിടെ അങ്ങോട്ട് നേർക്ക് വരാൻ, അതാണ് അഭ്യേതും. അഭിയേതുമാണ് അഭ്യേതും. നേർക്ക് വരാൻ, ഭഗവാന്റെ നേർക്ക് വരാൻ. നാ ശശാക, ആരും ശക്തരായില്ല. കഹ അഭി ഭുവനെ, ലോകത്തിൽ ആർക്കും ശക്തിയില്ലായിരുന്നു. ലോകത്തിൽ ആരും ശക്തരല്ല. ഭഗവാന്റെ നേർക്ക് വരാൻ ആർക്കും ശക്തിയില്ലാതെയായി. ആരും ഭഗവാന്റെ നേരെ വരാൻ ശക്തരല്ലാതായി. അപ്പോൾ ദൂരേ സ്ഥിത, ദൂരെ മാറി നിന്ന്, ഭീരവഹ, ഭീരുക്കളെ പോലെ, ഭീരുക്കളായി ദൂരെ മാറി നിന്ന്, സർവേ എല്ലാ, ശർവ വിരിഞ്ച, ശർവൻ ശിവനാണ്, വിരിഞ്ചൻ ബ്രഹ്മാവാണ്, വാസവമുഖാഹ, വാസവൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ. അപ്പം ഇന്ദ്രൻ, ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയ മുഖ്യന്മാരെല്ലാവരും പ്രത്യേകം അസ്തോഷത, പ്രത്യേകം എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി തോഷിച്ചു. തോഷിച്ചു എന്ന് പറഞ്ഞാലോ സ്തുതിച്ചു. അസ്തോഷത, സ്തുതിച്ചു. അപ്പം എന്താ ഉണ്ടായേ? താവൻ മാംസവപാ കരാളവഭുഷം ഘോരാന്ത്രമാലാധരം ത്വാമധ്യേ സഭമിദ്ധരോഷമുഷിതം ദുർവാരഗുർവാരവം അഭ്യേദം ന ശശാക കോപി ഭുവനെ ദൂരെ സ്ഥിതാ ഭീരവഹ സർവേ സർവവിരിഞ്ച വാസവമുഖാഹ പ്രത്യേകമസ്തോഷത. അപ്പോൾ ഭഗവാന്റെ നേരെ ഇങ്ങനെയുള്ള കുടൽമാലയൊക്കെ ധരിച്ച്, ചോരയിൽ കുളിച്ച്, ഭയങ്കരമായ ഒരു ശരീരത്തോട് കൂടി അട്ടഹസിച്ചുകൊണ്ട്
ആ സഭയിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഭഗവാന്റെ മുമ്പിലേക്ക് വരാൻ ആരും ധൈര്യപ്പെട്ടില്ല. എല്ലാവരും മാറി ദൂരെ നിന്ന് ശിവനും ബ്രഹ്മാവും ഇന്ദ്രനും തുടങ്ങിയവരെല്ലാം മാറി നിന്ന് സ്തുതിച്ചു, പ്രത്യേകം സ്തുതിച്ചു എന്നർത്ഥം. ഇനിയാണ് ആരും ഭഗവാന്റെ മുമ്പിലേക്ക് വരുന്നില്ല. ഇനി എന്തൊക്കെയാണ് അടുത്ത ഇതിലെന്ന് അടുത്ത 2 ശ്ലോകം കൂടിയുള്ളൂ. 9ഉം 10ഉം കൂടെ കഴിയുമ്പോൾ അതും കഴിയും. അപ്പം പിന്നെ ഭഗവാനെ ആരാണ് ശാന്തനാക്കുന്നത് എന്നൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പം ഈ 2 ശ്ലോകം ഒന്നും കൂടി വായിച്ച അർത്ഥം പറഞ്ഞു തരാം, ഒരു പൂർണ്ണമായിട്ടൊരർത്ഥം. തെക്ത്വാ തം ഹതമാശു രക്തലഹരീ സിക്തോന്നമദ്വഷ്മണി പ്രത്യുൽപത്യ സമസ്തദൈത്യപടലീം ചാഖാദ്യമാനേ ത്വയി ഭ്രാമ്യൽഭൂമി വികമ്പുദാംബുധികുലം വ്യാലോലശൈലോൽക്കരം പ്രോത്സർപ്പൽഖചരം ചരാചരമഹോ ദുസ്താമവസ്ഥാം ദധൗ. ഹിരണ്യകശിപുവിൻ്റെ ശരീരത്തിൽ നിന്നുള്ള രക്തപ്രവാഹം കൊണ്ട് നനഞ്ഞിരിക്കുന്ന ഉന്നതഗാത്രനായ അങ്ങ് ഭഗവാൻ നിഗ്രഹിക്കപ്പെട്ട ദൈത്യേന്ദ്രനെ ഉപേക്ഷിച്ചിട്ട് ഉയർന്നു ചാടി സഭയിലിരുന്ന സകല ദൈത്യന്മാരെയും ഒന്നൊന്നായി പിടിച്ച് ഭക്ഷിക്കാൻ തുടങ്ങി. ഭൂമി വട്ടം കറങ്ങുകയും സമുദ്രം കലങ്ങിമറിയുകയും പർവ്വത ശിഖരങ്ങൾ കുലുങ്ങിത്തെറിക്കുകയും അങ്ങയുടെ കുഞ്ചിരോമങ്ങൾ തട്ടി നക്ഷത്ര സമൂഹങ്ങൾ സ്ഥാനം തെറ്റി താഴെ വീഴുകയും പ്രപഞ്ചമാസകലം ലോകം മുഴുവൻ ദുഃഖാവസ്ഥയെ പ്രാപിക്കുകയും ചെയ്തു എന്ന് 7ാമത്തെ ശ്ലോകം. 8ാമത്തെ ശ്ലോകത്തിൽ താവന്മാംസവപാകരാളവപുഷം ഘോരാന്ത്രമാലാധരം ത്വം മധ്യേ സഭമിദ്ധരോഷമുഷിതം ദുർവാരഗുർവാരവം അഭ്യേതും ന ശശാകകോപി ഭുവനെ ദൂരെ സ്ഥിതാഭീരവഃ സർവേ ശർവവിരിഞ്ച വാസവമുഖാക പ്രത്യേകമസ്തോഷത. മാംസവും കൊഴുപ്പും പുരണ്ട് കുടൽമാല ചുറ്റിയ ശരീരത്തോടുകൂടി സഭാമധ്യത്തിലിരുന്ന് അതിഘോരമായി ഗർജിക്കുന്ന നരസിംഹരൂപിയായിരിക്കുന്ന അങ്ങയെ സമീപിക്കുവാനായി പ്രപഞ്ചത്തിൽ ആരും തന്നെ ധൈര്യപ്പെട്ടില്ല. ഭീരുക്കളായി ഭവിച്ച ശ്രീരുദ്രൻ, ബ്രഹ്മാവ്, ഇന്ദ്രൻ തുടങ്ങിയവർ ദൂരത്ത് മാറി നിന്നുകൊണ്ട് അങ്ങയെ സ്തുതിച്ചു, കീർത്തനങ്ങൾ ആലപിച്ച് അങ്ങയെ സ്തുതിച്ചു എന്ന് അർത്ഥം. ഇനി ആ വാക്കുകൾ ഏതെങ്കിലും അർത്ഥം അറിയാത്ത വാക്കുകളുണ്ടോ എന്നൊന്നും കൂടി നോക്കാം. തെക്ത്വാ ത്യജിച്ചിട്ട്, തം അവനെ, ഹതം കൊല്ലുക, ആശു പെട്ടെന്ന്, രക്തലഹരി സിക്തോന്നമത് രക്തത്തിൽ കുളിച്ച് എഴുന്നേറ്റ് നിന്ന ശരീരത്തോടുകൂടി പ്രത്യുൽപത്യ സമസ്ത ദൈത്യപടലി ആ എല്ലാ അസുര സമൂഹത്തെയും ചാഖാദ്യമാനെ തുയങ്ങ് ഭക്ഷിക്കുന്നത് കണ്ടപ്പോൾ അല്ലെങ്കിൽ ഭക്ഷിച്ചപ്പോൾ ഭ്രാമ്യത് ഭൂമി, അതായത് ഭഗവാന്റെ ഭാരവും പിന്നെ ഭഗവാന് കോപവും കൂടി വന്നു. കൂടാതെ ഭഗവാന്റെ ഭാരം തന്നെ ഭൂമിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ കോപവും കൂടി ആയപ്പോഴോ ആ കോപവും ഭാരവും കൊണ്ട് ഭൂമിക്ക് താങ്ങാൻ പറ്റാതെയായി ഭൂമി കറങ്ങാൻ തുടങ്ങി എന്നാണ്. ഭ്രാമ്യത് ഭൂമി വികമ്പിത അമ്പുതികുല, അമ്പുതി എന്ന് പറഞ്ഞാൽ സമുദ്രങ്ങളെല്ലാം ഇളകി മറിഞ്ഞു. വ്യാലോല ശൈലോൽക്കരം, വ്യാലോലം എന്ന് പറഞ്ഞാലോ കുലുങ്ങി, പർവ്വതങ്ങളൊക്കെ കുലുങ്ങി. പ്രോത്സർപ്പ ഖചരം, പ്രോത്സർപ്പം എന്ന് പറഞ്ഞാൽ സടാകേശ്വരങ്ങളൊക്കെ ചെന്ന് തട്ടിയപ്പം ചരം, എന്ന് പറഞ്ഞാൽ ആകാശം, ആകാശത്തിൽ ചരിക്കുന്നവ എന്താണ്? നക്ഷത്രവും ഗ്രഹങ്ങളും. ചരാചരം മുഴുവൻ ചരിക്കുന്നതും ചരിക്കാത്തതുമായ അതാണ് ചരാചരം. അഹോ എന്നുള്ള ആശ്ചര്യം, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ ആകാശത്തിൽ മുട്ടുന്ന ആ ശരീരം ഇതുകൊണ്ട് സടകളെല്ലാം കൊണ്ടിട്ട് നക്ഷത്രങ്ങളും
ഗ്രഹങ്ങളുമൊക്കെ. അതാണ് അവിടെ ആശ്ചര്യമാണ്. അഹോ ദുസ്താം അവസ്ഥാം ദധൗ. അങ്ങനെ പ്രപഞ്ചം മുഴുവൻ നിലതെറ്റിയ അവസ്ഥയെ പ്രാപിച്ചു, ദുഃഖാവസ്ഥയെ പ്രാപിച്ചു എന്ന് അർത്ഥം. അടുത്തത് താവത് മാംസവപ. അപ്പോൾ മാംസം വപ, വപ കൊഴുപ്പാണ്, കരാളം ഭയങ്കരം, വപുഷം ശരീരം, ഘോര ആന്ധ്രമാലാധരം, ആന്ധ്രമാല കുടൽമാല, ഘോരമായ കുടൽമാല ധരിച്ച് ത്വാം മധ്യേ സഭം, ആ സഭയുടെ മധ്യത്തിൽ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട്, ഉഷിതം, ഉഷിതം എന്ന് പറഞ്ഞാൽ ഇരിക്കുക, വസിക്കുക എന്നൊക്കെ അർത്ഥം. ദുർവാരഗുർവാരവം, ഭയങ്കരമായ ചെവി തുളയ്ക്കുന്ന തരത്തിലുള്ള ഒരു അട്ടഹാസത്തോടു കൂടി ആ സിംഹാസനത്തിലിരുന്നു. അഭ്യേതും, ആ രൂപം, ഭഗവാന്റെ രൂപം കണ്ടിട്ട് അഭ്യേതും എന്ന് പറഞ്ഞാൽ നേർക്ക് വരാൻ, നേരെ വരാൻ. ന ശശാക, ശക്തരായില്ല. കഹ അഭി, കോപിയായത്. കഹ അഭി, വിസർഗം കഴിഞ്ഞ് ആ വന്നപ്പോൾ അത് ഓകാരമായി മാറി. അതുകൊണ്ട് കോപി. ആരും ഭുവനെ, ലോകത്തിൽ ആരും ധൈര്യപ്പെട്ടില്ല ഭഗവാന്റെ മുമ്പിലേക്ക് വരാൻ. ദൂരെ സ്ഥിതാ വീരവഹ, ഭീരുക്കളായി ദൂരെ മാറി നിന്ന് സർവേ, എല്ലാ ദേവന്മാരും ശർവവിരിഞ്ച വാസവമുഖാക, ശർവൻ ശിവൻ, രുദ്രൻ, വിരിഞ്ചൻ ബ്രഹ്മാവ്, വാസവൻ ഇന്ദ്രൻ. അപ്പം ഇവരുടെ എല്ലാ മുഖത്തിൽ നിന്ന് പ്രത്യേകം പ്രത്യേകം സ്തുതികൾ സ്തുതിച്ചു. അവർ ഭഗവാനെ പ്രത്യേകം പ്രത്യേകം സ്തുതിച്ചു എന്ന് അർത്ഥം. त्यक्त्वा तं हतमाशुरिक्तलहरीसिक्तोन्नमध्वष्मणि प्रत्युल्पत्य समस्तदैत्यपडलीं चाखाद्यमाने त्वयि भ्राम्यल्भूमिविकम्बिताम्बुदिगुलं व्यालोलशैलोल्करं प्रोत्सर्पल्खचरं चराचरमहो दुस्तामवस्थां दधौ तावन्मांसवपाकराळवपुषं ഘോരാന്ധ്രമാലാധരം ത്വാം മധ്യേ സഭമിദ്ധരോഷമുഷിതം ദുർവാരഗുർവാരവം. അഭ്യേതും ന ശശാകകോപി ഭുവനെ ദൂരെ സ്ഥിതാ ഭീരവഃ സർവേ ശർവവിരിഞ്ച വാസവമുഖാഃ പ്രത്യേകമസ്തോഷത. ഇന്നത്തെ ക്ലാസ് ഇതുകൊണ്ട് അവസാനിച്ചു. അടുത്ത ക്ലാസ്സിൽ അടുത്ത 2 ശ്ലോകങ്ങളുമായി വരുന്നവരെ ഹരിയും നാരായണ സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം.